أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. അൽ-ബഖറയിലെ 267 വചനം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അംഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, അംഫിഖൂ നിങ്ങൾ ചിലവഴിക്കുവീൻ, അൻഫഖ ചിലവഴിച്ചു, മിൻ ത്വയ്യിബാതി മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായതിൽ നിന്ന്. ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളത്, വൃത്തിയുള്ളത്, നല്ലത് എന്നൊക്കെ. കസബ എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു. മിൻ ത്വയ്യിബാതി മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായ വസ്തുക്കളിൽ നിന്ന്. വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളതിൽ നിന്നും. വമിമ്മാ അഖ്റജ്ന, അഖ്റജ പറഞ്ഞാൽ ഉൽപ്പാദിപ്പിച്ചു. വമിമ്മാ അഖ്റജ്ന ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്ന്, ലക്കും നിങ്ങൾക്ക്, മിനൽ അർദി ഭൂമിയിൽ നിന്ന്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായ വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുവീൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തുകളുടെ വചനങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ തുടർച്ചയായ ഒന്ന് തന്നെയാണിത്. ഇവിടെ അല്ലാഹു ഈ വചനം ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ധാരാളമായി ആ ഒരു അള്ളാഹുവിൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ആ സംബോധനയെക്കുറിച്ച് ധാരാളമായി നാം വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു വിളിയാണത്, വല്ലാത്തൊരു വിളി. ആ വിളിയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ വിളിയിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നാം വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കണം എന്ന് അതിലുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കണം. കാരണം അങ്ങനത്തെ വിളിയാണ് വിളിച്ചത്. അള്ളാഹുവാണ് വിളിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനു. നമുക്ക് ഒരുപാട് സംഗതികൾ. അതിൽ ഒന്നാമതായി അതിൽ ഇഗ്റാ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അതിന് ശേഷം പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കണം. ഈ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കണം, അതിനുള്ളൊരു പ്രേരണയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു ഫറഅഹ സംഅക. അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ നീ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഫഇന്നഹു ഖൈറുൻ യഅ്മുറു ബി, അല്ലാഹു എന്തോ ഒരു നന്മ കൽപ്പിക്കുന്നുണ്ട്. ഔ ശർറുൻ യൻഹാൻ, അല്ലെങ്കിൽ അല്ലാഹു ഒരു തിന്മയിൽ നിന്ന് തടയുന്നുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കറിയാം, അല്ലയോ മനുഷ്യ എന്ന് വിളിക്കുന്നതിന് പകരം നമ്മളോട് അല്ല ബുദ്ധിമാനായ മനുഷ്യ, അല്ലെങ്കിൽ മാന്യനെ, നല്ല കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുമല്ലോ നമുക്കതിലൊരു പ്രത്യേകത. അത് തന്നെയാണ് അള്ളാഹു വിളിക്കുന്ന ഈ വിളിയിലുമുള്ള. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് ഈമാൻ പൂർത്തിയാകാൻ ആവശ്യമാണ്. കാരണം വിളിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണല്ലോ. ആമനു എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകാൻ ആവശ്യമാണ് എന്നതാണ്. മൂന്നാമത്തെ കാര്യം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെതിരെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഈമാനിൽ പാളിച്ച വരും. ഇനി പറയാൻ പോകുന്ന കാര്യം യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ട് അള്ളാഹു കൽപ്പിക്കുന്ന കാര്യം, ആ കാര്യത്തിനെതിരെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഈമാനിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടത് നിങ്ങൾ ചെയ്യണം.
മനസ്സിലായല്ലോ, വല്ലാത്തൊരു വാക്കാണ്. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ തയ്യിബാത്തുകളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കുന്നതിൻ്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ വചനങ്ങളിൽ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരുടെ പ്രത്യേകതകൾ പറഞ്ഞു. പിന്നെ ചെലവഴിച്ചിട്ട് സദക്ക ചെയ്തിട്ട് അതിൻ്റെ പേരിൽ പ്രയാസമുണ്ടാക്കുന്ന മന്നും അതയും ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള പരിണിതിയെക്കുറിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നവരെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു ഇവിടെ ചെലവഴിക്കാൻ, അതിലൊക്കെ സത്യത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയുള്ള പ്രേരണ ഉണ്ടായിരുന്നു. ഇവിടെ അള്ളാഹു ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ചെലവഴിക്കുന്നത് എന്തായിരിക്കണം എന്ന് പറയുകയാണ്. അൻഫിഖൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെലവഴിക്കാൻ, പക്ഷേ ചെലവഴിക്കാനുള്ള പ്രേരണകളൊക്കെ നേരത്തെയുള്ള വചനങ്ങളിൽ കഴിഞ്ഞുപോയി, അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ. ഇവിടെ പറയുന്നത് ചെലവഴിക്കുന്ന വസ്തുക്കൾ എന്താകണം എന്നതാണ്. മിൻ ത്വയ്യിബാതി മാ കസബ്തും, അതെ, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന്, നിങ്ങൾ സമ്പാദിക്കുന്നതിൽ നിന്ന് തയ്യിബാത്തുകളായിരിക്കണം. തയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ കസ്ബ് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ പല നിലക്കും സമ്പാദ്യം ഉണ്ടാവും. ബിസിനസ് സമ്പാദ്യമുണ്ടാകും, വാങ്ങലും വിൽക്കലും, അതാണല്ലോ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വാടക കൊടുത്തിട്ട് സമ്പാദ്യമുണ്ടാക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങി അല്ലെങ്കിൽ കൂലി വാങ്ങി സമ്പാദിക്കാം. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് തയ്യിബാത്തുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, അഥവാ ഹലാലായതും നല്ലതും. അതാണ് തയ്യിബാത്ത്. ഹലാലായിരിക്കണം, പിന്നെ നല്ലതുമായിരിക്കണം. മനസ്സിലായില്ലേ? അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ്. എന്നിട്ട് പറയുന്നത് വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുള്ളതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. വമിമ്മ അഖ്റജ്നാ, മിമ്മ അഖ്റജ്നാ, നാം ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്ന്, ലക്കും നിങ്ങൾക്ക് വേണ്ടി, മിനൽ അർദി, ഭൂമിയിൽ നിന്ന്. മിമ്മ എന്നാണ് പറഞ്ഞത്. മിമ്മ എന്ന് പറയുമ്പോൾ അത് തബ്ഈലിനാണ്. ഭൂമിയിൽ നിന്ന് അള്ളാഹു നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തന്ന എല്ലാം കൊടുക്കണോ? വേണ്ട. മിമ്മ, അതിൽ നിന്ന് കുറച്ച് കൊടുക്കണം. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് ഒരുപാട് സംഗതികൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ. കൃഷിയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഗതികൾ ഉൽപ്പാദിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തിരിയണം. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഉണ്ടാക്കിയതൊക്കെ മനുഷ്യന് വേണ്ടിയുള്ള, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു ഭൂമിയിലുള്ളതൊക്കെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അത് തന്നെ ഇവിടെയും അഖ്റജ്നാ ലക്കും മിനൽ അർദ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി തന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അഖ്റജ്നാ ലക്കും മിനൽ അർദ്, നമുക്കറിയാം, പഴവർഗ്ഗങ്ങൾ, ഈത്തപ്പഴം, മുന്തിരി, കൃഷിവർഗ്ഗങ്ങൾ പലതും, അല്ലേ? അതുപോലെ ഈ ഖനികളുണ്ട്, മാദിനുകൾ, സ്വർണ്ണഖനി, അതുപോലെയുള്ള പെട്രോള്, ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? അഖ്റജ്നാ ലക്കും മിനൽ അർദ് എന്നാണ്. മനസ്സിലായില്ലേ? ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം എന്ന്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. പിന്നെ നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലതും നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കണം. നമുക്കറിയാം, മനുഷ്യന് ധനം കിട്ടാനുള്ള മാർഗങ്ങൾ പ്രധാനമായി രണ്ടെണ്ണമാണ്. ഒന്ന്, അധ്വാനിച്ച് ജോലിയെടുത്ത് സമ്പാദിക്കുന്നത്. രണ്ടാമത്തേത് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളാണ് സാധാരണയായി മനുഷ്യനുള്ളത്. ഇതിലേത് മാർഗത്തിലൂടെ ലഭിച്ചതായാലും ശരി, അതിൽ നിന്ന് നല്ലത് ചെലവഴിക്കണം. ചെലവഴിക്കുന്ന ധനം നല്ലതായിരിക്കണം, ശുദ്ധമായതായിരിക്കണം. അതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹു നല്ലതേ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ചെലവഴിക്കുന്ന വസ്തു എന്താകരുത്? താന സാധനമാകരുത്, കേടുപാടുള്ളതാകരുത്, നിഷിദ്ധമായതും ആകരുത്. അതാണ് തയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് താന്ന സാധനമാകരുത്, ഏറ്റവും താന്ന സാധനം, അല്ലെങ്കിൽ കുറേ കേട് വന്നത്,
മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിഷിദ്ധമായത്, പാടില്ലാത്തത് ഇതൊന്നും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ദാനധർമ്മങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചീത്തയായത് പറ്റില്ല, ഏറ്റവും താഴ്ന്നത് പറ്റില്ല. മനസ്സിലായി? അങ്ങനെ ചെയ്യുന്ന പല ആളുകളെയും കാണാറുണ്ട്. പക്ഷേ ഇത് ശരിയല്ല, ഇത് പാടില്ല എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായില്ലേ? അതുപോലെ വമിമ്മ അഖ്റജനാ ലക്കും മിനൽ, ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉൽപ്പാദിപ്പിച്ച് തരുന്ന വസ്തുക്കളിൽ നിന്ന് ചിലവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വസ്തുക്കളിൽ നമുക്കറിയാം അതിലുമുണ്ടാകും നല്ലതും ചീത്തയും ഒക്കെ. മനസ്സിലായില്ലേ? ഇപ്പം ഏത് പഴവർഗ്ഗങ്ങളായാലും ഏത് കൃഷിയായാലും അതിൽ കേടുവന്നതും ഉണ്ടാവും, നല്ലതും. അതിലും എന്തേ കൊടുക്കാവൂ? നല്ലതേ കൊടുക്കാവൂ. മനസ്സിലായില്ലേ? അതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചെലവഴിക്കുന്നതിൽ സ്വീകരിക്കേണ്ട സാധനങ്ങളുടെ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സമ്പാദ്യം നന്നാവുക, നമ്മളെ കൊടുക്കലുകളും വാങ്ങലുകളും നന്നാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.